ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്തിനെ പറ്റിയിട്ടാണെന്ന കാര്യം ആ ഒരു തമിഴിൽ കണ്ടപ്പോൾ തന്നെ ഉറപ്പായിട്ട് നിങ്ങൾക്ക് ഉണ്ടാവില്ലേ. ഇപ്പോൾ ട്രെൻഡിങ് ആയിട്ട് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു ആ ഒരു ഗ്ലൂട്ടൻ ഡ്രിങ്കും അതിൻ്റെ ക്യാപ്സൂളും നമ്മൾ ഹോം മെയ്ഡായിട്ട് ഉണ്ടാക്കുന്ന ആ ഒരു സംഭവങ്ങളൊക്കെ ഇൻസ്റ്റയിലാണെങ്കിലും യൂട്യൂബിലാണെങ്കിലും ഒക്കെ ഇപ്പോൾ ട്രെൻഡിങ് ആയിട്ട് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഒരുപക്ഷെ അത് കാണാത്തവർ ആരും ഉണ്ടാവില്ല. ആ ഒരു തമിഴിൽ കണ്ടത് കൊണ്ടായിരിക്കാം ഒരുപക്ഷെ നിങ്ങളുടെ ഈ ഒരു വീഡിയോ ഓപ്പൺ ചെയ്തിട്ടുണ്ടാവുക പോലും ആ ഒരു തമിഴിൽ കണ്ടതുകൊണ്ട് മാത്രമായിരിക്കാം. അപ്പോൾ എന്തായാലും ആദ്യം തന്നെ ഒരു കാര്യം പറയാം. ഞാൻ ഇതിനെ പറ്റിയിട്ട് ഇങ്ങനെ ആധികാരികമായിട്ട് പറയാൻ, അതായത് ഈ ഒരു ഹോം മെയ്ഡ് ക്യാപ്സൂൾ ഗ്ലൂട്ടത്തിൻ്റെ ഹോം മെയ്ഡ് ക്യാപ്സൂളിനെ പറ്റി പറയാൻ ഞാനൊരു ബ്യൂട്ടി ബ്ലോഗർ അല്ല, അതുപോലെ തന്നെ ഞാനൊരു സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസറും അല്ല കേട്ടോ. ഞാൻ എൻ്റെ ചാനലിൽ ബ്യൂട്ടി റിലേറ്റഡ് ആയിട്ടുള്ള ഒരു സംഭവങ്ങളോ ഒരു വീഡിയോ പോലും ഞാൻ അപ്ലോഡ് ചെയ്തിട്ടില്ല, ഞാൻ ചെയ്യാറില്ല കേട്ടോ. അപ്പം അത് റിലേറ്റഡ് ആയിട്ടുള്ള ഒരു വീഡിയോസും എൻ്റെ ചാനൽ ഇതുവരെ ഞാൻ ഇട്ടിട്ടില്ല. ഇപ്പോൾ ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു വീഡിയോ ഇടുന്നത് തന്നെ കേട്ടോ. അപ്പം നമുക്ക് ഇതൊന്നും അല്ലെങ്കിൽ നമ്മളൊരു സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസർ അല്ലെങ്കിലും ഇങ്ങനത്തെ ഈ ഒരു ബ്യൂട്ടി റിലേറ്റഡ് വീഡിയോസും കാര്യങ്ങളൊക്കെ ചെയ്യുന്നവർക്കാരല്ലെങ്കിൽ പോലും നമുക്ക് നമ്മുടേതായ രീതിയിൽ ഒരു അഭിപ്രായം പറയാനുണ്ടാവുമല്ലോ. അങ്ങനെ ഒരു അഭിപ്രായം പറയണമെന്ന് തോന്നി ആ ഒരു വീഡിയോ ഇങ്ങനെ വൈറലായിക്കൊണ്ടിരിക്കുന്ന കുറേ വീഡിയോസും കാര്യങ്ങളൊക്കെ കണ്ടപ്പം ഇതിനിങ്ങനെ ഒരു സൈഡ് എഫക്റ്റ് ഉണ്ടാവില്ലെന്ന് ഞാൻ ചിന്തിച്ചു. അപ്പം ആ ഒരു രീതിയിൽ പറയണമെന്ന് തോന്നിയത് മാത്രമാണ് ഞാൻ പറയുന്നത്. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് ഗ്ലൂട്ടത്തിനെ കുറിച്ചിട്ട് പറയാം. അപ്പോൾ ഗ്ലൂട്ടത്തിൻ്റെ ക്യാപ്സൂളിൻ്റെ യൂസേജും കാര്യങ്ങളും അതിൻ്റെ കുറേ സംഭവങ്ങളൊക്കെ അതിനെ പറ്റിയിട്ടുള്ള കുറേ സംഭവങ്ങൾ യൂട്യൂബിൽ കണ്ടിട്ടുള്ള പരിചയം മാത്രമേ എനിക്കുള്ളൂ. അങ്ങനത്തെ ഒരു ക്യാപ്സൂളിനെ പറ്റി ഞാൻ കേട്ടിട്ടുണ്ട്. ഇങ്ങനെ കുറേ ബ്ലോഗേഴ്സിൻ്റെ ഇടയിലൊക്കെ അവരുടെ വീഡിയോസിലൊക്കെ കണ്ടിട്ടുണ്ട്. അല്ലാണ്ട് ഞാനത് ഉപയോഗിച്ചിട്ടൊന്നുമില്ല. അതിൻ്റേതായ സൈഡ് എഫക്റ്റുകൾ ഉണ്ടാവും. നമ്മളൊരു മെഡിസിൻ എടുക്കുന്ന ടൈമിൽ ഉറപ്പായിട്ടും അതിന് സൈഡ് എഫക്റ്റ് ഉണ്ടാകുന്ന കാര്യം ഉറപ്പാണ്. എന്തായാലും ആ ഒരു ഗ്ലൂട്ടത്താൻ ഈ ഒരു ക്യാപ്സൂള് നമുക്ക് നമ്മുടെ ഈ ബ്യൂട്ടി വർദ്ധിപ്പിക്കാൻ, അതായത് നമ്മുടെ സ്കിന്നൊക്കെ കുറച്ചും കൂടി ഇമ്പ്രൂവ് ആവാൻ, ബ്രൈറ്റനിങ് ആവാൻ, അപ്പോൾ അതിനൊക്കെ വേണ്ടിയിട്ട് നമ്മൾ നമ്മൾ കഴിക്കുന്ന ഒരു ക്യാപ്സൂളാണ്. അപ്പോൾ ആ ഒരു ഇൻറ്റൻഷനോട് കൂടി കഴിക്കുന്ന ക്യാപ്സൂളാണ് ഈ ഒരു ഗ്ലൂട്ടത്താൻ എന്ന് പറയുന്നത്. അത് നമ്മൾ കഴിക്കുന്നുണ്ടെങ്കിൽ പോലും ഈ ഒരു ബ്യൂട്ടി ബ്ലോഗറുടെ അല്ലെങ്കിൽ അങ്ങനെ യൂട്യൂബിലോ ഇൻസ്റ്റയിലോ ഒക്കെ ഒരു വീഡിയോ കണ്ടിട്ട് ഇൻസ്പയർഡ് ആയിട്ട് നമ്മൾ ഒരിക്കലും അത് അങ്ങനെ സ്വയം വാങ്ങിച്ച് കുടിക്കാൻ പാടില്ല. നമുക്ക് ഡോക്ടറെ കാണിച്ച്, സ്കിന്നിൻ്റെ ഡോക്ടറൊക്കെ കാണിച്ചിട്ട് അവരുടെ പ്രിസ്ക്രിപ്ഷനോട് കൂടിയിട്ട് നമ്മുടെ സ്കിൻ ടൈപ്പൊക്കെ പലരുടേതും പല ടൈപ്പായിരിക്കും. അപ്പോൾ അതിനനുസരിച്ചിട്ട് മാത്രമേ നമ്മൾ കഴിക്കാൻ പാടുള്ളൂ, അങ്ങനെയും പറഞ്ഞു കേട്ടിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അങ്ങനെ മാത്രമേ ഈ ഒരു നമ്മൾ ഉള്ളിലേക്ക് എടുക്കുന്നതാണ്. ഇതിന് എന്തായാലും സൈഡ് എഫക്റ്റ് ഉണ്ടാവും എന്നുള്ള കാര്യം ഉറപ്പാണ്. ഏതെങ്കിലും രീതിയിൽ നമുക്ക് ഒരു ദോഷം വരാതിരിക്കാൻ ഉറപ്പായിട്ടും അതൊരു നമ്മുടെ ഏതെങ്കിലും ഒരു ഡോക്ടറെ കാണിച്ചിട്ട് അങ്ങനെ മാത്രമേ ഈ ഒരു സംഭവം നമ്മൾ കുടിക്കാൻ പാടുള്ളൂ. അപ്പം അതാണ്. അപ്പോൾ ഇതിൻ്റെ ഒരു ഡ്യൂപ്പ് എന്നുള്ള രീതിയിൽ അത് നമുക്ക് ഇങ്ങനെ ഹോം മെയ്ഡായിട്ട് ഉണ്ടാക്കാം, എങ്ങനെ ഉണ്ടാക്കാം എന്നുള്ള രീതിയിൽ കുറേ വീഡിയോസും കാര്യങ്ങളൊക്കെ ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. ഇതിന് മുമ്പ് ഞാൻ കുറേ അങ്ങനത്തെ ഡ്രിങ്കിൻ്റെ ഒക്കെ വീഡിയോ കണ്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. ഈ ഗ്ലൂട്ടത്തിൻ്റെ എഫക്റ്റ് തന്നെ കിട്ടുന്ന നമുക്ക് ഹോം മെയ്ഡായിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഡ്രിങ്ക് കുറേ വീഡിയോസ് കണ്ടിട്ടുണ്ടായിരുന്നു. പക്ഷേ അതിനൊന്നും നമുക്കൊരിക്കലും സൈഡ് എഫക്റ്റ് ഉണ്ടെന്ന് പറയാൻ പറ്റില്ല. കാരണം ഡ്രിങ്ക് നമ്മളിങ്ങനെ ഡെയിലി ഉണ്ടാക്കി കുടിക്കുന്ന ഒരു ഡ്രിങ്ക്, നമ്മൾ വെജിറ്റബിൾസ് നമ്മുടെ ബീട്രൂട്ടും ആപ്പിളും അങ്ങനത്തെ സംഭവങ്ങളൊക്കെ ഇട്ടിട്ടുള്ള ഡ്രിങ്ക് നമ്മൾ ജ്യൂസ് അടിച്ച് കുടിക്കുന്നു, അതിന് സൈഡ് എഫക്റ്റ് ഉണ്ടെന്ന് പറയാൻ പറ്റില്ലല്ലോ. അതിനൊരു സൈഡ് എഫക്റ്റ് ഉണ്ടാവാൻ ചാൻസ് ഇല്ല. പക്ഷേ ഇപ്പം ഇങ്ങനെ വൈറലായിക്കൊണ്ടിരിക്കുന്ന ഒരു സംഭവമാണ് നമ്മുടെ ആപ്പിള്, പിന്നെ മാതള നാരങ്ങ, അതായത് അനാറുണ്ടല്ലോ, അനാറ്, ബീറ്റ്റൂട്ട്, പിന്നെ പുതിനയില, പിന്നെ ഇഞ്ചി. അപ്പോൾ ഈ ഒരു ഇൻഗ്രീഡിയൻസ് ഒക്കെ ഇങ്ങനെ നല്ല രീതിയിൽ അരച്ചിട്ട് ജ്യൂസ് ആക്കിയിട്ട് അതിങ്ങനെ അരിച്ചിട്ട് നമ്മൾ ഐസിൻ്റെ ട്രേ ഉണ്ടല്ലോ, അപ്പോൾ ഐസിൻ്റെ ട്രേയിൽ ഇങ്ങനെ ഒഴിച്ച് വെക്കുക. എന്നിട്ട് ഫ്രീസറിൽ വെച്ചിട്ട് 24 മണിക്കൂറിനുള്ളിൽ ഫ്രീസറിൽ വെക്കുക. അത് നല്ല കട്ടയാവുന്ന ടൈമിൽ പിറ്റേന്ന് നമ്മൾ നല്ല ചൂടുവെള്ളത്തിനകത്ത് ഈ ഒരു ക്യൂബ് ഇട്ടിട്ട് നമ്മൾ കുടിക്കുക. ആ ഒരു സംഭവമാണ് ഇപ്പോൾ വൈറലായിക്കൊണ്ടിരിക്കുന്നത്. നമ്മുടെ ഹോം മെയ്ഡ് ക്യാപ്സൂൾ എന്ന് പറഞ്ഞിട്ട്, ഹോം മെയ്ഡ് ഗ്ലൂട്ടത്തിൻ ക്യാപ്സൂൾ എന്ന് പറഞ്ഞിട്ട് നമ്മൾ തന്നെ വീട്ടിലുണ്ടാക്കുന്ന ക്യാപ്സൂൾ. എന്നിട്ട് അത് നമ്മളിങ്ങനെ ചൂടുവെള്ളത്തിലിട്ടിട്ട് കഴിക്കുന്നു. ആ ഒരു വീഡിയോ ഇപ്പോൾ വൈറലായിക്കൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ പലരും ഇത് ട്രൈ ചെയ്തിട്ട് ഇങ്ങനെ വീഡിയോ ഇൻസ്റ്റയിലൊക്കെ ഇങ്ങനെ വീഡിയോ കാണുന്നുണ്ട്. ഒരുപാട് ആൾക്കാർ ഇത് ട്രൈ ചെയ്തിട്ട് പിന്നെ റിസൾട്ട് ഉണ്ടെന്നൊക്കെ പറയുന്നതൊക്കെ കേൾക്കുന്നുണ്ട്. അങ്ങനെയൊക്കെ പറയുന്നുണ്ട്. ഒരുപാട് പേര് ഇത് ട്രൈ ചെയ്യുന്നുണ്ട് എന്നുള്ളത് ഇൻസ്റ്റയിൽ ഇങ്ങനെ വീഡിയോസൊക്കെ കാണുന്ന ടൈമിൽ നമുക്ക് മനസ്സിലാവും. പക്ഷേ ഇതിന് ഉറപ്പായിട്ടും സൈഡ് എഫക്റ്റ് ഉണ്ടാവും. കാരണം ഇത് നമ്മൾ ഡ്രിങ്ക് ആയിട്ടാണ് കുടിക്കുന്നത്. അതായത് നമ്മൾ ഡെയിലി ഇങ്ങനെ ബീട്രൂട്ട്, ആപ്പിള്, അതേപോലെ തന്നെ മാതള നാരങ്ങ, പിന്നെ അങ്ങനത്തെ സംഭവങ്ങൾ, ഇഞ്ചി, പുതിനയില, ഇതൊക്കെ ഇട്ടിട്ട് നമ്മൾ ജ്യൂസ് അടിച്ച് കൊടുക്കുന്നു. പിന്നെ ചില വീഡിയോസിലൊക്കെ നെല്ലിക്കയും കൂടി ആഡ് ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പോൾ അതൊക്കെ ഇട്ടിട്ട് നമ്മൾ ഡെയിലി ജ്യൂസ് അടിച്ച് കൊടുക്കുന്നു. അതിന് സൈഡ് എഫക്റ്റോ കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല, ഉറപ്പായിട്ടും ഉണ്ടാവില്ല. നല്ല ഹെൽത്ത് ഡ്രിങ്കാണ്, നമുക്ക് എപ്പോൾ വേണമെങ്കിലും കുടിക്കാവുന്നതാണ്. പക്ഷേ ഇതേ സമയം നമ്മൾ അതിങ്ങനെ അരച്ച് വെച്ച് ജ്യൂസാക്കി എടുക്കുന്നു. എന്നിട്ട് അത് നമ്മൾ ജസ്റ്റ് ഒരു ട്രേയിൽ ഒഴിച്ച് വെച്ചിട്ട് ഫ്രിഡ്ജിൽ വെച്ചിട്ട് യൂസ് ചെയ്യുന്നു. നമ്മളത് യൂസ് ചെയ്യുന്നു. അപ്പം ഇത് ഒന്നാമത്തെ സൈഡ് എഫക്റ്റ് എന്ന് പറയുന്നത്, നമ്മളിത് നേരിട്ടിടുന്നത്, അതായത് ഐസിൻ്റെ കട്ടയാണ്, ക്യൂബല്ല, ഐസിൻ്റെ കട്ട നമ്മൾ നേരിട്ടിടുന്നത് ചൂടുവെള്ളത്തിലേക്കാണ്, അത് തിളച്ച വെള്ളത്തിലേക്കാണ്. അപ്പം അതൊരിക്കലും നല്ലതല്ലല്ലോ. ഈ ഒരു ഫ്രിഡ്ജിൽ നിന്ന് നമ്മൾ നേരിട്ട് എടുത്തിട്ട്, അതായത് നല്ല തണുപ്പിച്ചൊരു സംഭവങ്ങൾ നമ്മൾ ചൂടാക്കി കഴിക്കരുത് എന്നൊക്കെ പറയും. അത് നല്ല രീതിയിൽ ഫുഡ് പോയ്സൺ വരെ കാരണമാവും എന്നൊക്കെ പറഞ്ഞു കേട്ടിട്ടുണ്ട്. യൂട്യൂബിൽ തന്നെ നമ്മൾ ഒത്തിരി ഡോക്ടേഴ്സിൻ്റെ വീഡിയോസൊക്കെ എടുത്ത് നോക്കുന്ന ടൈമിൽ നമുക്ക് അതിൻ്റെ സൈഡ് എഫക്റ്റ് കാര്യങ്ങൾ, അതായത് നമ്മൾ നേരിട്ട് ഡയറക്റ്റായിട്ട് നമ്മൾ ഈ ഒരു സംഭവം ഫ്രിഡ്ജിൽ വെച്ചൊരു സംഭവം നമ്മൾ ഡയറക്റ്റായിട്ട് തണുപ്പ് പോകാതെ ചൂടാക്കി കഴിക്കുന്ന ടൈമിൽ എന്തൊക്കെ സൈഡ് എഫക്റ്റ് ഉണ്ടാവും എന്നുള്ളത് യൂട്യൂബിലൊക്കെ ഒത്തിരി വീഡിയോസ് ഉണ്ട്. ആവശ്യമുണ്ടെങ്കിൽ അത് കണ്ടു കേട്ടോ. അപ്പോൾ ഞാൻ അങ്ങനെ കുറേ ഡോക്ടേഴ്സിൻ്റെ വീഡിയോ ഒക്കെ കണ്ട ടൈമിലാണ് എനിക്ക് മനസ്സിലായത് ഇതിനൊക്കെ സൈഡ് എഫക്റ്റ് ഉണ്ടെന്ന്. അപ്പം അങ്ങനെ ചെയ്യുന്നത് ഒന്നാമത്തെ സൈഡ് എഫക്റ്റ്.
അത് മാത്രമല്ല ഇത് നമ്മൾ അരച്ച് ജ്യൂസ് ആക്കിയിട്ട് ഫ്രിഡ്ജിൽ വെച്ചിട്ട് എത്ര ദിവസത്തോളം ഉപയോഗിക്കും. അപ്പോൾ ഇതൊരു ട്രയൽ എന്ന് പറഞ്ഞാൽ 15 കട്ടയാണുള്ളതെന്ന് വിചാരിച്ചു. അപ്പോൾ ഈ ഒരു 15 നമ്മൾ ഒരു ദിവസം ഒരെണ്ണം ഒരു ക്യാപ്സൂൾ എന്നുള്ള രീതിയിൽ ഒരു കട്ടയാണല്ലോ നമ്മൾ യൂസ് ചെയ്യുക. ബാക്കി 15 നമ്മൾ യൂസ് ചെയ്യുക 15ാമത്തെ ദിവസമാണ്. 15ാമത്തത് നമ്മൾ യൂസ് ചെയ്യുക 15ാമത്തെ ദിവസമാണ്. അപ്പോൾ അത്രയും ദിവസം നമ്മൾ ഈ ഒരു സംഭവം ജ്യൂസ് ഫ്രിഡ്ജിൽ കിടക്കുന്നു. അതാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഇത്രയും ദിവസം വെച്ചുള്ളൊരു സംഭവത്തിൽ ഉറപ്പായിട്ടും ബാക്ടീരിയ ഒക്കെ ഉണ്ടാവാനുള്ള ചാൻസ് കൂടുതലാണ്. ഫ്രിഡ്ജിൽ വെക്കുന്ന ഒരു സാധനത്തിൽ ബാക്ടീരിയ ഉണ്ടാവില്ലെന്ന് നമുക്കൊരിക്കലും പറയാൻ വേണ്ടിയിട്ട് പറ്റില്ല. കൂടുതൽ ദിവസം അതായത് 5-6 ദിവസത്തിൻ്റെ പുറമെ അതായത് 5-6 ദിവസത്തെ കൂടുതൽ ഒരു സംഭവം നമ്മൾ ഫ്രിഡ്ജിൽ വെച്ചിട്ട് യൂസ് ചെയ്താൽ അതിൽ ബാക്ടീരിയയും ഫംഗസും ഒക്കെ ഉണ്ടാകാനുള്ള ചാൻസ് ഉണ്ടെന്ന് കുറേ ഡോക്ടേഴ്സും കാര്യങ്ങളൊക്കെ പറയുന്ന വീഡിയോ ഞാൻ കണ്ടിട്ടുണ്ട് യൂട്യൂബിൽ. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഉറപ്പായിട്ടും ഈ ഒരു 15 ദിവസം കഴിയുമ്പോഴേക്കും ആ 15ാമത്തതിൽ അല്ലെങ്കിൽ 6-7 ദിവസം കഴിയുന്ന ടൈമിൽ ആ ഒരു 7ാമത്തെ കട്ടയിൽ ഉറപ്പായിട്ടും ബാക്ടീരിയ ഫംഗസൊക്കെ ഉണ്ടാവും. അപ്പോൾ അത് നമ്മൾ കുടിക്കുകയാണ്. അപ്പോൾ നമ്മുടെ ശരീരത്തിലേക്ക് ചെല്ലുന്നു, നമുക്ക് ഉറപ്പായിട്ടും അത് ദോഷമായിട്ടല്ലേ വരൂ. അത് മാത്രമല്ല നമ്മൾ കുറേ ഏതൊരു ഫുഡ് ഐറ്റംസ് ആണെങ്കിലും അതായത് നമ്മൾ കുക്ക് ചെയ്യാത്തതാണെങ്കിലും ദീർഘസമയം അതായത് ദീർഘ ദിവസങ്ങളൊക്കെ ഇങ്ങനെ ഫ്രിഡ്ജിൽ വെച്ചിട്ട് സൂക്ഷിക്കുന്ന ടൈമിൽ അതിൻ്റെ സകല പോഷകങ്ങൾ നശിക്കുന്നുണ്ട്. അപ്പോൾ നമ്മളിത് ഈ ഒരു ബീറ്റ്റൂട്ട് ക്യാരറ്റ് അങ്ങനത്തെ എന്താണെങ്കിലും ആപ്പിൾ ആണെങ്കിലും ആ ഒരു മാതളനാരങ്ങയാണെങ്കിലും അതൊക്കെ ആണെങ്കിലും നമുക്ക് ഹെൽത്തിന് നല്ലതാണ്. നമ്മൾ ഡെയിലി കഴിക്കുന്നതൊക്കെ നല്ലതാണ്, ജ്യൂസാക്കി കുടിക്കുന്നത് നല്ലതാണ്. പക്ഷേ എങ്ങനെയാണെങ്കിലും ഇതിൽ ബാക്ടീരിയ വന്നാൽ ഇതിൻ്റെ പോഷകങ്ങളൊക്കെ നശിച്ചു പോയാൽ നമ്മൾ കഴിക്കുന്ന ആ ഒരു ജ്യൂസ് വെച്ചിട്ട് നമ്മുടെ ശരീരത്തിൽ നല്ലൊരു മാറ്റം അല്ലെങ്കിൽ നല്ല രീതിയിലുള്ളൊരു സംഭവം നമ്മുടെ ശരീരത്തിൽ ഉണ്ടാകാൻ പോകുന്നില്ല. അതിൻ്റെ സൈഡ് എഫക്റ്റ് വളരെ ദോഷമുള്ളതായിരിക്കും എന്നുള്ള കാര്യം ഉറപ്പാണ്. കാരണം അതിൻ്റെ പോഷകങ്ങളൊക്കെ നശിച്ചിട്ടുണ്ടാകും 15ാമത്തെ ദിവസം ഫ്രിഡ്ജിൽ കിടക്കുന്ന ഒരു സംഭവത്തിൽ, അല്ലെങ്കിൽ ഒരു 7 ദിവസം കഴിഞ്ഞിട്ട് അതിൽ കൂടുതൽ ഫ്രിഡ്ജിൽ കിടക്കുന്ന ഫുഡ് ഐറ്റംസിൽ ഉറപ്പായിട്ടും അതിൻ്റെ പോഷകങ്ങളൊക്കെ നശിക്കുകയും ചെയ്യും. അതിൽ ബാക്ടീരിയ ഫംഗസൊക്കെ ഉണ്ടാവുകയും ചെയ്യും. അത് നമ്മുടെ ശരീരത്തെ ബാധിക്കുകയും ചെയ്യും. ഒരു പക്ഷേ ഇത് നമുക്ക് പെട്ടെന്നൊരു റിസൾട്ട് ആയിരിക്കില്ല. അതായത് നമുക്ക് നമ്മളിങ്ങനെ ഒരു 6-7 ദിവസം കഴിഞ്ഞിട്ട് ഈ ഒരു ഐസിൻ്റെ ക്യൂബിട്ടിൽ കഴിച്ചു, അന്ന് നമുക്ക് ഒരു എന്തെങ്കിലും തരത്തിലൊരു സൈഡ് എഫക്റ്റോ ഒരു ഫുഡ് പോയ്സണോ ഒന്നും ഉണ്ടാവില്ലായിരിക്കും. ഒരു പക്ഷേ അതിങ്ങനെ ചെറിയ രീതിയിലായിരിക്കും നമ്മുടെ ഈ ഒരു ശരീരത്തിനെയൊക്കെ ബാധിക്കുന്നുണ്ട്. അത് അതെങ്ങനെയാണെന്ന് നമുക്ക് പറയാൻ പറ്റില്ലല്ലോ. അപ്പോൾ എന്തായാലും ഇങ്ങനെയൊരു സംഭവം അതായത് ഈ ഒരു ക്യൂബ് ഇങ്ങനെ ഐസ് ക്യൂബ് ഇങ്ങനെ ചൂടുവെള്ളത്തിലിട്ട് കഴിക്കുന്നത് ഉറപ്പായിട്ടും നമ്മുടെ ശരീരത്തെ എന്തായാലും മോശമായ രീതിയിലേ ബാധിക്കൂ. അങ്ങനെയാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. അതേസമയം നമ്മൾ ആ ഒരു ജ്യൂസ് ഡെയിലി അടിച്ചു കുടിക്കുന്നു. അതായത് ബീട്രൂട്ട്, ആപ്പിള്, പിന്നെ മാതളനാരങ്ങ, ഇഞ്ചി, പുതിനയില ഇതൊക്കെ ഇട്ടിട്ട് നമ്മൾ ജ്യൂസ് അടിക്കുന്നു, കുടിക്കുന്നു. അത് നമ്മുടെ ശരീരത്തിന് നല്ല രീതിയിൽ തന്നെ ഉറപ്പായിട്ടും നല്ല രീതിയിൽ തന്നെ അപ്രോച്ച് ചെയ്യും. നമുക്ക് അത് കുടിക്കുന്നവർക്ക് ഉറപ്പായിട്ട് മാറ്റങ്ങൾ ഉണ്ടാകും. കാരണം ഇതൊക്കെ സ്കിന്നിന് നല്ലതാണ്. നമ്മൾ ഡെയിലി നമ്മൾ ഫ്രഷ് ആയിട്ട് അടിച്ചു കുടിക്കുന്നതാണല്ലോ, അത് ഉറപ്പായിട്ട് നമുക്ക് നല്ലത് തന്നെയായിരിക്കും. നമ്മുടെ സ്കിന്നൊക്കെ ഇമ്പ്രൂവ് ആകും. അങ്ങനെയാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. അപ്പം അത് നല്ലതായിരിക്കും. പക്ഷേ ഈ ഒരു ക്യാപ്സൂളിൻ്റെ പരിപാടി ഉറപ്പായിട്ടും നല്ല രീതിയിൽ തന്നെ സൈഡ് എഫക്റ്റ് ഉണ്ടാകുന്ന ഒന്നായിരിക്കും. ഒരുപക്ഷെ എനിക്കൊന്നും ആ ഒരു ഗ്ലൂട്ടത്തന്നെ കുടിക്കാൻ അത്രയും ഉണ്ടാവില്ലായിരിക്കും. കാരണം അത് ക്യാപ്സ്യൂളാണല്ലോ, ഇത് നമ്മുടെ ഓർഗാനിക്കാണ്. പക്ഷേ എങ്കിലും നമ്മളിങ്ങനെ ഫ്രിഡ്ജിൽ വെച്ചിട്ട് സൂക്ഷിച്ച് എടുക്കുന്ന ടൈമിൽ ഉറപ്പായിട്ടും അതിൻ്റെ പോഷകങ്ങളൊക്കെ നശിക്കും, നമ്മുടെ ശരീരത്തിന് അത് മോശമായിട്ടുള്ള രീതിയിൽ ബാധിക്കും. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ഒരു വീഡിയോ അധികം ആരും ട്രൈ ചെയ്താണ്ടിരിക്കുക. നമ്മൾ ജ്യൂസായിട്ട് തന്നെ കുടിക്കുക. അപ്പം നമുക്ക് ഫ്രഷ് ആയിട്ട് തന്നെയാണല്ലോ കിട്ടുന്നത്. അപ്പോൾ ഒരിക്കലും ഇങ്ങനത്തെ ഒരു മണ്ടത്തരം വരെ ചെയ്യാണ്ടിരിക്കുക കേട്ടോ. അപ്പോൾ ആ ഒരു വീഡിയോ ഇങ്ങനെ ഒത്തിരി പേര് ഇങ്ങനെ ട്രൈ ചെയ്യുന്നതൊക്കെ കണ്ടപ്പം ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യണമെന്ന് എനിക്ക് തോന്നി. ഞാൻ കൂടുതലും ഇൻസ്റ്റയിലാണ് കണ്ടിട്ടുണ്ടായിരുന്നത്, യൂട്യൂബിൽ അങ്ങനെ കണ്ടിട്ടില്ല കേട്ടോ. അപ്പോൾ എന്തായാലും നമ്മുടെ വീഡിയോ അത്രയേ ഉള്ളൂ. ചെറിയൊരു അഭിപ്രായമാണ് കേട്ടോ. നിങ്ങൾക്ക് ഇതിനെ പറ്റിയിട്ടുള്ള അഭിപ്രായം എന്താണെങ്കിലും താഴെ കമൻറ്റ് ചെയ്യുക. അപ്പോൾ തെറ്റാ.